2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള മത്സ്യബന്ധനം, ഗതാഗതം, വാഹന നികുതി എന്നീ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്താങ്ങുകയാണ്. ഈ മാസം 12-ന് കുവൈറ്റ് മംഗഫിലെ 6 നില കെട്ടിടത്തിലുണ്ടായ ഭയാനകമായ തീപിടുത്തം ലോകമെമ്പാടുമുള്ള മലയാളികളെ സങ്കടക്കടലിലാഴ്ത്തി. ഏതെങ്കിലും വിദേശ രാജ്യത്തുണ്ടായ ദുരന്തത്തിൽ ഇത്രയേറെ മലയാളികൾ ജീവൻ നഷ്ടമാകുന്നത് ആദ്യമാണ്. മണലാരണ്യത്തിലെ കടുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് സ്വപ്നങ്ങൾ സഫലമാക്കാൻ കടൽ കടന്നുപോയ പലരുടെയും ശവശരീരങ്ങളാണ് തിരിച്ചു വന്നത്. അവരുടെ വീടുകളിലെയും അയൽപക്കങ്ങളിലെയും തേങ്ങലുകൾ വേഗം കെട്ടടങ്ങിയിട്ടില്ല. മനസാക്ഷിയെ വിറങ്ങലിപ്പിച്ച തീപിടുത്തത്തിൻ്റെ അഘാതം തിരിച്ചറിഞ്ഞ നമ്മുടെ സംസ്ഥാന സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ കാര്യക്ഷമമായാണ് പ്രവർത്തിച്ചത്. ദുരന്തം പൊള്ളിച്ച മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ ഫലപ്രദമായി ഏകോപിപ്പിക്കാൻ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി വിദേശയാത്രയ്ക്കുള്ള രാഷ്ട്രീയ അനുമതി നിഷേധിച്ചത് സംസ്ഥാനത്തോട് ഒരു പതിറ്റാണ്ടായി മോദി സർക്കാർ തുടരുന്ന പവപോക്കലിൻ്റെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ പുറത്തു വന്നത്. ഇതാണ് മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്നത്. കുവൈറ്റിലുണ്ടായ ദാരുണ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗൾഫിലേക്ക് പോകുന്ന തൊഴിലാളികളുടെയും കുടുംബത്തിൻ്റെയും ഭാവി സുരക്ഷിതമാക്കുന്നതിന് ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണം. രാജ്യത്തിനകത്ത് ശതകോടിക്കണക്കിന് വിദേശനാണ്യം നേടിത്തരുന്ന പ്രവാസികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് മുഖ്യകടമയാണ്. ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ തിരിച്ചറിയണം. കേരളമെന്നാൽ ലോക കേരളമാണ്. അതായത് കേരളത്തിന് പുറത്തും കേരളമുണ്ട്. കുടുംബശ്രീ മാതൃകയിൽ പ്രവാസി മിഷൻ രൂപീകരിക്കുന്നതിന് പരിഗണിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രഖ്യാപനമാണ് ഇത്തവണത്തെ ലോക കേരള സഭയിൽ ഏറ്റവും പ്രാധാന്യമായി ചുവടുവയ്പ് നടത്തിയത്. പ്രവാസികളുടെ പുനരധിവാസം മുൻനിർത്തി ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കാനും സ്വയം സഹായ സംഘങ്ങൾ, സഹകരണ സംഘങ്ങൾ എന്നിവയിലൂടെ രൂപീകരണവും ലക്ഷക്കണക്കിന് പ്രവാസി ജനതയ്ക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടാതെ ലോക കേരള സഭയ്ക്ക് നിയമ പരിരക്ഷ നൽകുന്നതിനും നിയമം നിർമ്മിക്കുന്നതിനും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും സ്വാഗതാർഹമാണ്. ഇന്ത്യ ഇതുവരെ കണ്ട ഏറ്റവും പ്രതിലോമകാരിയായ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ വീണ്ടും അധികാരമേൽക്കുമ്പോൾ ഇന്ത്യയെ നിലനിർത്താൻ, നമ്മുടെ വൈവിധ്യങ്ങളുടെ കരുത്ത് സംരക്ഷിക്കാൻ എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണെന്ന് ഈ പുതിയ സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ ഇടതുപക്ഷ പുരോഗമന ശക്തികളുടെ ഉത്തരവാദിത്തം വളരെയധികം വർദ്ധിക്കുകയാണ്. കേരളം കടക്കണിനാണെന്നും പൊതുബോധത്തുണ്ടാക്കാൻ വലതുപക്ഷ മാധ്യമങ്ങളും UDF-നും കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന വസ്തുത ഇവരാൽ മറയ്ക്കപ്പെട്ടു. കിഫ്ബി വഴിയാണ് കേന്ദ്രത്തെ ഉപരോധത്തെ മറികടന്നത്. എന്നാൽ കിഫ്ബിയുടെയൊക്കെ അന്തർനിയന്ത്രണവും വന്നു. ഇതിനെതിരെ മറികടക്കാൻ പുതിയ വഴികൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഇന്ന് കേരളം വികസന പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി മാറുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് നിരവധി മാതൃകാപരവും നൂതനവുമായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. കടൽ, ശുദ്ധജല, മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണത്തോടൊപ്പം അവരുടെ സുസ്ഥിര വികസനവും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെയും അവകാശ സംരക്ഷണവും പുരോഗതിയും ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങളാണ് ഈ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഒപ്പം മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം, ശുദ്ധമായ മത്സ്യം ലഭ്യമാക്കാൻ ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന മേഖലയിലെ വിവിധ സംഘങ്ങളെ യോജിപ്പിച്ച് സമഗ്രമായ ഒരു മാറ്റം സൃഷ്ടിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് തീരദേശ മേഖലയിലും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിലും വികസനത്തിൻ്റെയും പ്രതീകത്തിലൂടെ ചലനാത്മകത സൃഷ്ടിക്കുവാൻ ഇത്തരം പദ്ധതികൾ തയ്യാറായിട്ടുണ്ട്. മത്സ്യബന്ധന മേഖലയിൽ ലക്ഷ്യമിട്ട് വർഷം വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് ഈ സർക്കാർ. 2023-24 വർഷത്തെ ബജറ്റിൽ ഫിഷറീസ് വകുപ്പിനായി 34,571 ലക്ഷം രൂപയും, കുഫോസിന് 3,350 ലക്ഷവും, ഹാർബർ എഞ്ചിനീയറിന് 5,712 ലക്ഷവും ഉൾപ്പെടെ 43,633 ലക്ഷം ആനുപാതികമായി 39 ലക്ഷവും ചെലവാക്കുകയും ചെയ്തു. ഇതോടൊപ്പം നോൺ പ്ലാനിംഗ് ശീർഷത്തിൽ ഫിഷറീസ് വകുപ്പ് 1,416.75 ലക്ഷവും, കുഫോസിന് 1,665.4 ലക്ഷവും,
ഹാർബർ എഞ്ചിനീയറിംഗിന് 9,334.97 ലക്ഷം ഉൾപ്പെടെ 27,17.12 ലക്ഷം വകയിരുത്തിയതിൽ 27,217.6 ലക്ഷം രൂപ ചെലവഴിച്ചു. വിവിധ പദ്ധതിക്കായി അനുവദിച്ച തുകയാകമാനം ചെലവഴിച്ച് മുന്നോട്ട് പോവുകയാണ് മത്സ്യബന്ധന വകുപ്പ്. ഈ സർക്കാർ 2024-25 വർഷത്തെ ഈ ബജറ്റിലൂടെ തീരദേശവാസികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പഠിക്കാനും പരിഹാര നടപടികൾക്കുമായി സംസ്ഥാന തീരദേശ മണ്ഡലങ്ങളിൽ തീര സദസ്സുകൾ സംഘടിപ്പിച്ച് ലഭ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് തീരമേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുവാൻ പ്രത്യേക പരിഗണന ലഭിക്കുകയും അതിനായി 227.12 കോടി വകയിരുത്തുകയുണ്ടായി. ഇത് LDF സർക്കാരിൻ്റെ മത്സ്യമേഖലയിലുള്ള കടപ്പാടാണ്. പഞ്ഞമാസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം നൽകാനായി സേവ് കം റിലീഫ് സ്കീം എന്ന പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനവധികമായ വിഹിതം നൽകാതിരുന്നിട്ടും സംസ്ഥാന സർക്കാർ പ്രത്യേകം പരിഗണന നൽകി 22 കോടി രൂപ നീക്കിവെച്ചതും ഉൾനാടൻ മത്സ്യബന്ധന മേഖലയെ വികസനത്തിന് ലക്ഷ്യമിട്ട് 80.91 കോടി രൂപ വകയിരുത്തുകയും മത്സ്യവിഭവങ്ങളുടെ സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കാനുമായി 9 കോടി വകയിരുത്തുകയും കൂടാതെ മത്സ്യ ഫാമുകൾ, നഴ്സറികൾ, ഹാച്ചറികൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കായി 18 കോടി രൂപയും വകയിരുത്തുകയും ചെയ്തു. ഇതുവഴി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിടുകയാണ് ഈ സർക്കാർ വന്ന ശേഷം മത്സ്യമേഖലയെയും അവരുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കാനായി വകുപ്പുകളും അനുബന്ധ ഏജൻസികളും നടത്തിയ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സമ്പാദ്യ സമാശ്വാസ പദ്ധതി തുടങ്ങി വിദ്യാഭ്യാസ സഹായം, ഓഗി പുനരധിവാസം, പുനർഗേഹം, ഗ്രൂപ്പ് ഇൻഷുറൻസ്, വിവാഹ സഹായം, ആശ്രിതർക്ക് സഹായം, സ്വയം തൊഴിൽ കണ്ടെത്തുന്ന പദ്ധതികൾ ഉൾപ്പെടെ 52 പദ്ധതികളിലേറെ LDF സർക്കാർ വിഭാവനം ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി ഗുണനിലവാരമുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കുന്നതിനായി തീരത്തു നിന്നും മാർക്കറ്റിലേക്ക് എന്ന മത്സ്യഫെഡിൻ്റെ പ്രധാന പദ്ധതി ധനസഹായത്തോടെ നടപ്പിലാക്കി വരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ വറുതിയുടെ കാലമാണ് ട്രോളിംഗ് നിരോധന കാലം. ഈ കാലയളവിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവർക്ക് ധ്യാനങ്ങളിലെ തൊഴിലാളികൾക്ക്, അനുബന്ധ തൊഴിലാളികൾക്കും ഫീലിംഗ് തൊഴിലാളികൾ എന്നിവരുടെ ജീവിതം ദുരിതപൂർണമാണ്. ഇവരിൽ സമ്പാദ്യ സമാശ്വാസ പദ്ധതി, ക്ഷേമനിധി പോലുള്ളവർക്ക്, അനുബന്ധ തൊഴിലാളികളായവർക്ക് തുടങ്ങിയവർക്ക് 4,500 രൂപ നിലവിൽ ധനസഹായമായി നൽകുന്നുണ്ട്. പ്രസ്തുത വിഹിതം കാലോചിതമായി പരിഷ്കരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. മാത്രമല്ല, ട്രോളിംഗ് നിരോധനം മൂലം ദുരിതമനുഭവിക്കുന്ന വിഭവക്കാർക്ക് മതിയായ റേഷൻ സാധനങ്ങളും ദുരിതാശ്വാസ സാധനങ്ങളും ലഭ്യമാക്കുന്ന നടപടികൾ ഫിഷറീസ് വകുപ്പ് സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു പോയിന്റും കൂടി, സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വിഭാഗമായ തീരദേശത്തിൻ്റെ വികസനം ലക്ഷ്യമിട്ട് ഈ സർക്കാർ പ്രത്യേകം പാക്കേജ് പ്രഖ്യാപിച്ച് 2016 ശേഷം സംസ്ഥാന തീരദേശ വികസനത്തിനായി 5 വർഷം കൊണ്ട് 5,000 കോടി രൂപയുടെ തീരദേശ മേഖലയുടെ സമഗ്ര വികസനത്തിനും മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിനും ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ ഫിഷറീസ് വകുപ്പും അനുബന്ധ ഏജൻസികൾ നടപ്പിലാക്കി വരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. അതായത് തീരദേശ വികസനം ലക്ഷ്യമിട്ട് 2016 മുതൽ 2022 വരുന്ന വിവിധ പദ്ധതികൾക്കായി വകയിരുത്തിയത് 2,299.9 കോടി, ചെലവഴിച്ചത് 2,291 കോടി, തികച്ചും സ്വാഗതാർഹമാണ്. സാർ, സമയക്കുറവിൽ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ധനബദ്ധങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു.